ഓണക്കാലമായി ഒരുപാട് മലയാളികൾ കേരളത്തിൻ്റെ പുറത്തുനിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും അതേപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് യാത്ര ചെയ്യും ഈ ഓണം സമുചിതമായി ആഘോഷിക്കാൻ. എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഓണം ആഘോഷിക്കുക ഒരു മലയാളിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അങ്ങനെ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരു സന്തോഷ വാർത്ത വരുന്നു. ഓണത്തിന് പ്രത്യേക ട്രെയിൻ സർവീസുകൾ റെയിൽവേ അനുവദിച്ചു എന്ന വാർത്തയാണ്. 92 സ്പെഷ്യൽ ട്രെയിൻ സർവീസുകളാണ് ഈ ഓണക്കാലത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വി ജയശങ്കർ വിശദാംശങ്ങളുമായി ചേരുകയാണ്. പറയൂ ജയശങ്കർ, അത്രയും ട്രെയിനുകൾ കൊണ്ട് നമ്മുടെ കാര്യം നടക്കുമോ? എല്ലാ വർഷവും ഈ ആഘോഷ കാലഘട്ടങ്ങളിൽ മലയാളികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി യാത്രാ പ്രശ്നമാണ്. ഇത്തവണ എന്തായാലും റെയിൽവേ അതിനൊരു പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 92 സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിലെ വിവിധ നഗരങ്ങളെ ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് നിലവിൽ സർവീസുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചെന്നൈയിലേക്ക് 6 സ്പെഷ്യൽ ട്രെയിൻ സർവീസുകളും മംഗളൂരുവിലേക്ക് 22 സർവീസുകളും ബംഗളൂരുവിലേക്ക് 18 സർവീസുകളും വേളാങ്കണ്ണിയിലേക്ക് 10 സർവീസുകളും ഒപ്പം തന്നെ പട്നയിലേക്ക് 36 സർവീസുകളും ഇതിനോടകം തന്നെ റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സർവീസുകളുമായി ബന്ധപ്പെട്ട് ട്രെയിനിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ റെയിൽവേയുടെ സൈറ്റുകളിലുണ്ട്. ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലേക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ റെയിൽവേ സ്റ്റേഷനുകളെയും കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ട്രെയിൻ സർവീസുകൾ നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ട്രെയിനുകളിലേക്കുള്ള റിസർവേഷൻ ഉൾപ്പെടെ ഈ ഘട്ടങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഓണം അവധി ആരംഭിക്കുന്നതും ഓണം അവധി അവസാനിക്കുന്ന സമയം ക്രമീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ റെയിൽവേ 92 സ്പെഷ്യൽ ട്രെയിനുകൾ നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതാണ് മലയാളികളുള്ള പ്രധാന നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ട്രെയിനുകളൊപ്പം തന്നെ ഇതിനോടൊപ്പം 10 ട്രെയിനുകൾക്ക് അധിക കോച്ചുകൾ അനുവദിച്ചിട്ടുണ്ട്. അതായത് ദിവസയാത്രക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തിന് ഉള്ളിലൂടെ പോകുന്ന ട്രെയിനുകൾക്കാണ് അധിക കോച്ചുകൾ അനുവദിച്ചിരിക്കുന്നത്. കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ്, ഒപ്പം തന്നെ വഞ്ചിനാട് എക്സ്പ്രസ്, തിരുവനന്തപുരം ഗുരുവായൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് അധിക കോച്ചുകളുണ്ട്. ഒപ്പം തന്നെ മലബാറിലേക്ക് പോകുന്ന മംഗളൂരു തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിനും അധിക കോച്ചുണ്ട്. ഈ ട്രെയിനുകളിലൊക്കെ തന്നെ വലിയ തിരക്കാണ് ഈ ആഘോഷ സീസണുകളിൽ വരാറ്. എന്തായാലും റെയിൽവേ തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ടാണ് നിലവിൽ അധിക സർവീസുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആവശ്യഘട്ടമെങ്കിൽ കൂടുതൽ ട്രെയിനുകൾ അധിക സ്പെഷ്യൽ സർവീസുകൾ ആരംഭിക്കുമെന്ന് റെയിൽവേ ഇതിനോടകം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ യാത്രാ ക്ലേശത്തിന് ഒരു കുറവ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മലയാളികൾ ഒന്നാകെ കേരളത്തിലേക്ക് എത്തുമ്പോൾ വലിയ ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.